നിനക്കായി മാത്രം ഭാഗം 28. അവളുമായി മംഗലത്ത് വീട്ടിലേക്ക് ചെല്ലുന്നത് അത്ര നല്ല കാര്യമല്ല എന്ന് ഹരിക്ക് തന്നെ തോന്നി. അമ്മയ്ക്ക് എന്തായാലും അതിൽ നല്ല അഭിപ്രായവും ഉണ്ടാകില്ല, മോശം അഭിപ്രായവും ഉണ്ടാകാൻ പോകുന്നില്ല. അവരവരുടെ കാര്യം നോക്കിയിരിക്കുകയായിരിക്കും. എങ്കിലും ആ നശിച്ച വീട്ടിലേക്ക് ഇവളുമായി കയറി ചെല്ലാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ ഹരി അവളുമായി പുതിയതായി വാങ്ങിയിട്ട വീട്ടിലേക്കാണ് പോയത്. അവിടുത്തെ ഏകദേശം എല്ലാ പണികളും തീർന്നിട്ടുണ്ട്. ഇനി കുറച്ച് ഫിറ്റിങ്സും അതുപോലെ തന്നെ ക്ലീനിങ് പരിപാടികളും ഒക്കെയാണ് ബാക്കിയുള്ളത്. ഇനിയൊരു തവണ കൂടി മുംബൈയിൽ പോയി തിരികെ വരുമ്പോൾ വീടിൻ്റെ താമസമൊക്കെ നടത്തണമെന്ന് കരുതിയിരിക്കുകയായിരുന്നു ഹരി. അപ്പോൾ അതിനിടയിലാണ് ഇങ്ങനെയുള്ള സംഭവബഹുലമായ കാര്യങ്ങളൊക്കെ നടന്നത്. ഹരി ബുള്ളറ്റ് നേരെ വീടിൻ്റെ മുറ്റത്ത് കൊണ്ടുവന്ന് നിർത്തി. വണ്ടി നിർത്തിയപ്പോഴാണ് വൈഗ തിരികെ ബോധത്തിലേക്ക് എത്തിയത്. അവൾ ചുറ്റിലും നോക്കി. ഇവിടെ? വൈഗ സംശയത്തോടെ അവനെ നോക്കി ചോദിച്ചു. ഇതല്ലേ നമ്മുടെ വീട്? നീയുമായിട്ട് ആ നശിഞ്ഞ വീട്ടിലേക്ക് കയറി ചെല്ലാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. അത് പറഞ്ഞ് ഹരി അവളുടെ കയ്യിൽ പിടിച്ച് വീടിനകത്തേക്ക് കയറി. വലതുകാല് വെച്ച് തന്നെ കയറിക്കോ. ഇവിടെ അതൊന്നും പറയാനും നിലവിളക്ക് കയ്യിലേക്ക് തരാനും ഒന്നും ആരുമില്ല കേട്ടോ. ഹരി പറയുന്നത് കേട്ടതും വൈഗ അവനെ നോക്കി ഒന്ന് ചിരിച്ചൂന്ന് വരുത്തി. അകത്ത് ഫേർണിച്ചറൊക്കെ വാങ്ങിയിട്ടുണ്ട്, പക്ഷേ ഒന്നും സെറ്റ് ചെയ്തിട്ടില്ല. സോഫയുടെയൊക്കെ കവർ പോലും പൊട്ടിക്കാതെ അങ്ങനെ തന്നെ വലിച്ചുവാരി ഇട്ടിരിക്കുകയാണ്. ഇനിയിപ്പോൾ നമ്മൾ എന്താ ചെയ്യുക? കുറച്ച് സമയം കഴിഞ്ഞിട്ടും വൈഗ മിണ്ടാനുള്ള ഭാവമില്ല എന്ന് കണ്ടതും ഹരി അവളോട് ചോദിച്ചു. വൈഗയാണെങ്കിൽ അതിൽ അവനെ ഒന്നും അറിയാത്ത രീതിയിൽ തിരികെ സംശയത്തോടെ നോക്കി. ആദ്യം ഒരു കാര്യം ചെയ്യാം, നമുക്ക് പോയിട്ട് നിനക്കിടാനുള്ള കുറച്ച് ഡ്രസ്സൊക്കെ വാങ്ങാം. അവൻ അവളെ മൊത്തത്തിലൊന്ന് നോക്കിക്കൊണ്ട് പറഞ്ഞു. ചന്ദ്രോത്തെ സുധീരൻ്റെ മകള് തൻ്റെ കൂടെ പോന്നിരിക്കുന്ന കാര്യം ഇപ്പോൾ നാടാകെ പാട്ടായിട്ടുണ്ടാകും. അവൻ അവളെ ഒന്ന് നോക്കി. പേരിന് പറയാൻ ഒരു തരി പൊന്നു പോലും ചന്ദ്രോത്തുനിന്ന് എടുക്കാതെയാണ് വൈഗ ഇറങ്ങി വന്നിരിക്കുന്നത്. ആകെയുള്ളത് ഉടുത്തിരിക്കുന്ന വസ്ത്രം മാത്രമാണ് കൊണ്ടുവന്നിരിക്കുന്നത്. അതിൽ എന്തുകൊണ്ടോ അവൻ അഭിമാനമാണ് തോന്നിയത്. കുറച്ച് സമയം കഴിഞ്ഞാലും ഒന്ന് റെസ്റ്റ് എടുത്തതിന് ശേഷം അവളെയും കൊണ്ട് തന്നെയാണ് ഹരി കടയിൽ പോയി ഡ്രസ്സും മറ്റുമൊക്കെ വാങ്ങിയത്. ഇന്ന് നമുക്ക് ഇവിടെ തന്നെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യാം. നാളെ നമുക്കൊരു പ്ലാനുണ്ട്, ഓക്കെ? ഹരി പറഞ്ഞതും വൈഗ അതും തലയാട്ടി സമ്മതിച്ചു. ഹരിയുടെ ഫോണിലേക്ക് ഒരുപാട് കോളുകൾ വന്നിരുന്നു. എങ്കിലും അവൻ അതൊന്നും അറ്റൻഡ് ചെയ്തില്ല. അറിയാം, നാട്ടിലുള്ള സുഹൃത്തുക്കൾ കാര്യങ്ങളൊക്കെ അറിഞ്ഞിട്ടുള്ള വിളിയാണ്. അവിടുന്ന് പോന്നിട്ട് ഇത്രയും സമയമായിട്ടും ഒരാൾ പോലും അവളെ അന്വേഷിച്ച് ഇങ്ങോട്ട് വന്നിട്ടില്ല. രാത്രി പുറത്തുനിന്ന് 2 പേരും ഭക്ഷണമൊക്കെ വാങ്ങി ഒരുമിച്ചിരുന്ന് കഴിച്ചുകൊണ്ടിരിക്കുന്ന നേരത്താണ് പെട്ടെന്ന് മുറ്റത്ത് ഏതൊക്കെയോ വണ്ടി വന്ന് നിൽക്കുന്ന ശബ്ദം 2 പേരും കേൾക്കുന്നത്. വൈഗയ്ക്ക് അപ്പോഴേക്കും ഭയമാവാൻ തുടങ്ങിയിരുന്നു. ഹരിയുടെ കയ്യിലേക്ക് അവൾ കൈ ചേർത്ത് പിടിച്ചു. 2 പേരും ഒരുമിച്ച് പോയാണ് വാതിൽ തുറന്നത്. ഹരി വൈഗയെ കൂട്ടി പുറത്തേക്കിറങ്ങി വന്നതും പുറത്തു നിൽക്കുന്ന ആളുകളെ കണ്ട് അവൻ്റെ മുഖം സംശയത്താൽ ഒന്ന് ചുളിഞ്ഞു. ഹായ്, ഞാൻ അജിൻ ജോർജ്, സ്ഥലം SI ആണ്. തന്നെക്കുറിച്ചൊരു പരാതി കിട്ടിയതിൻ്റെ അടിസ്ഥാനത്തിൽ വന്നതാണ്. അയാൾ പറഞ്ഞതും ഹരി അയാളുടെ അടുത്തേക്ക് നടന്നു. എന്താണ് സാർ പരാതി? പരാതി തന്നിരിക്കുന്നത് ചന്ദ്രോത്ത് സുധീരൻ എന്ന് പറയുന്ന ആളാണ്. അയാളുടെ മകളെ തട്ടിക്കൊണ്ടുപോയി താമസിപ്പിക്കുന്നു എന്നാണ് പരാതി. അതിൻ്റെ അടിസ്ഥാനം എന്താണെന്ന് അറിയാൻ വേണ്ടി വന്നതാണ്. പോലീസുകാരൻ പറഞ്ഞതും ഹരി തിരിഞ്ഞ് വൈഗയെ ഒന്ന് നോക്കി. അയാൾ അങ്ങനെ പറഞ്ഞ് കേട്ടപ്പോൾ തന്നെ വൈഗ ഹരിയുടെ അടുത്തേക്ക് നടന്നു വന്നു. സർ, ഞാൻ ഹരിനാരായണൻ, അഡ്വക്കേറ്റാണ്. ഇപ്പോൾ പക്ഷേ ഫോട്ടോഗ്രാഫറായിട്ടാണ് ചെയ്യുന്നത്. എനിക്കറിയാം, ഞാൻ ഇൻസ്റ്റഗ്രാമിൽ തൻ്റെ ഫോട്ടോസൊക്കെ കണ്ടിട്ടുണ്ട്. ഈ ചന്ദ്രോത്ത് സുധീരൻ എന്ന് പറയുന്ന ആൾ പറഞ്ഞത് ശരി തന്നെയാണ്. അയാളുടെ മകളാണ് ഈ നിൽക്കുന്നത്, വൈഗ. ആൻഡ് അയാൾ പറഞ്ഞ രണ്ടാമത്തെ കാര്യം, അതായത് ഞാനിവിടെ നിർബന്ധിച്ച് തട്ടിക്കൊണ്ട് വന്നാണ് ഇവളിവിടെ താമസിപ്പിക്കുന്നത് എന്ന കാര്യം, അതിൻ്റെ സത്യാവസ്ഥ എന്താണെന്ന് ഞാൻ പറയുന്നത് നല്ലത് ഇവൾ തന്നെ പറയുന്നതായിരിക്കും. വൈഗയെ നോക്കി ഹരി പറഞ്ഞതും അവൾ അവൻ്റെ മുന്നിലേക്ക് കടന്നു വന്നു. സർ, ഞാനാണ് സുധീരൻ്റെ മകൾ. പിന്നെ ഹരിയേട്ടൻ എന്നെ തട്ടിക്കൊണ്ടു വന്നതോ പിടിച്ചുകൊണ്ട് വന്നതോ ഒന്നുമല്ല. അവരുടെ മുന്നിൽ വെച്ച് അവർ കാണുകയെ ഞാൻ ഹരിയേട്ടൻ്റെ കൂടെ പോകുന്നതാണ്. പിന്നെ എന്തിനാണ് ഇത്തരത്തിലൊരു പരാതി അവർ കൊടുത്തിരിക്കുന്നത് എന്നെനിക്ക് മനസ്സിലാവുന്നില്ല. അപ്പോൾ അങ്ങനെയാണ് കാര്യങ്ങൾ അല്ലേ? അയാൾ ചോദിച്ചതും വൈഗയും ഹരിയും തലയാട്ടി. സോറി ഫോർ ദി ഇൻകൺവീനിയൻസ് മിസ്റ്റർ ഹരിനാരായണൻ. രാത്രി വന്ന് ഇങ്ങനെയൊരു തട്ടിക്കൊണ്ടുപോയി എന്ന പരാതി കേട്ടപ്പോൾ പെട്ടെന്ന് ഇറങ്ങി തിരിച്ചതാണ്. പിന്നെ അയാൾ തന്നെ തട്ടിക്കൊണ്ടു പോയത് ആരാണെന്നൊക്കെ പറഞ്ഞു തന്നപ്പോൾ എന്തോ ഒരു അപാകത എനിക്ക് തോന്നിയതുമാണ്. എനിവേ, നാളെ രാവിലെ ഒരു 10 മണിയൊക്കെ ആകുമ്പോഴേക്കും 2 പേരും ഒന്ന് സ്റ്റേഷൻ വരെ വരേണ്ടി വരും. അതെന്തായാലും കമ്പൾസറി ആയിട്ട് വരണം. അയാൾ പറഞ്ഞതും ഹരി അത് യാതൊരു തടസ്സവും പറയാതെ സമ്മതിക്കുക തന്നെ ചെയ്തു. ഓക്കെ, താങ്ക് യു ഫോർ ദ കോർപ്പറേഷൻ എന്ന് പറഞ്ഞ് അയാൾ തിരികെ പോവുകയും ചെയ്തു. ഇങ്ങനെയൊക്കെ സംസാരിക്കാൻ അറിയുമോ നിനക്ക്? അകത്തേക്ക് കയറുമ്പോൾ അവളുടെ തോളിലൂടെ കൈയിട്ടുകൊണ്ട് ഹരി ചോദിച്ചു. അതിന് വൈഗ അവനെ ഒന്ന് നോക്കി. ഹരിയേട്ടനെ പറഞ്ഞാൽ ഞാനും പറയും. അവളുടെ ശബ്ദത്തിൽ എന്തിനോടോ ഉള്ള വാശി പോലെ. അവളുടെ ദേഷ്യത്തോടെ ചുവന്ന കയറിയ മുഖവും
കൂർപ്പിച്ചു പിടിച്ച ചുണ്ടുകളും കണ്ടപ്പോൾ അവന് അവളോട് വാത്സല്യമാണ് തോന്നിയത്. കഴുത്തിലൂടെ കൈയിട്ട് അവളെ തന്നിലേക്ക് ചേർത്ത് അവൻ അവളുടെ നെറ്റിയിൽ അമർത്തിയൊരു ഉമ്മ കൊടുത്തു. വാവാ, ഇന്ന് ഒറ്റയ്ക്ക് കിടക്കുമോ? ഭക്ഷണമൊക്കെ കഴിച്ചു കഴിഞ്ഞ് വെറുതെ ഇരിക്കുന്ന സമയത്താണ് അവൻ്റെ ചോദ്യം. ഞാൻ കിടന്നോളാം. ആ മുറിയിൽ ബെഡ് കിടക്കുന്നുണ്ട്, കട്ടിലില്ല. ബെഡ് ഞാൻ താഴെ സെറ്റാക്കി തരാം, അല്ലെങ്കിൽ ഇവിടെ സോഫയിൽ കിടക്കണം. ഞാൻ ബെഡിൽ കിടക്കാം. അവൾ പറഞ്ഞതും അവൻ സമ്മതിച്ചുകൊണ്ട് അവിടെ ബെഡൊക്കെ സെറ്റാക്കി കൊടുത്തു. മനസ്സുകൊണ്ട് രണ്ടുപേരും അടുത്താണെങ്കിലും ആ ഒരു രാത്രി ആ വീട്ടിൽ തന്നെ 2 സ്ഥലത്തായി കഴിച്ചുകൂട്ടി അവർ. പിറ്റേ ദിവസം സാറ് വന്ന് പറഞ്ഞതുപോലെ 10 മണിയായപ്പോൾ രണ്ടുപേരും കൃത്യം പോലീസ് സ്റ്റേഷനിലേക്ക് എത്തിയിരുന്നു. അവർ സ്റ്റേഷനിലേക്ക് എത്തിയപ്പോൾ തന്നെ സ്റ്റേഷൻ കോമ്പൗണ്ടിൽ ചന്ദ്രോത്തെ കാറ് കിടക്കുന്നത് രണ്ടുപേരും കണ്ടിരുന്നു. നിന്റെ അച്ഛനും ഏട്ടനൊക്കെ ഉണ്ടാകും, ഒറ്റയ്ക്ക് കൊടുക്കുമോ നീ എന്നെ? വണ്ടിയിൽ നിന്ന് ഇറങ്ങുന്നതിന് മുൻപ് അവളെ ദേഷ്യം പിടിപ്പിക്കാൻ എന്ന രീതിയിൽ ഹരി തമാശയായി ചോദിച്ചു. പക്ഷേ അതിന് മറുപടിയായി അവന് കിട്ടിയത് മുതുകത്ത് തന്നെ നല്ലൊരു കടിയായിരുന്നു. പോലീസ് സ്റ്റേഷൻ പരിസരത്തായതുകൊണ്ട് തന്നെ ഹരിക്ക് വേദന കടിച്ചു പിടിക്കേണ്ടി വന്നു. ശബ്ദം ഉണ്ടാക്കാൻ പറ്റില്ലല്ലോ. പെർമിഷനൊക്കെ വാങ്ങി അകത്തേക്ക് കയറിയപ്പോൾ കസേരയിൽ തന്നെ സുധീരനും വൈശാഖും ഇരിക്കുന്നുണ്ട്. വൈഗയും ഹരിയും അകത്തേക്ക് കയറിയപ്പോൾ തന്നെ രണ്ടുപേരും അവരെ കത്തുന്ന രീതിയിലാണ് നോക്കിയത്. വൈഗ പക്ഷേ തെല്ലുപോലും പതറാതെ അതിലും ദേഷ്യത്തിൽ അവരെ തിരികെ നോക്കുകയും ചെയ്തു. അവളുടെ ഈ പ്രവൃത്തിയൊക്കെ കണ്ടിട്ട് ഹരിക്ക് ചെറിയ രീതിയിൽ ചിരിയാണ് വന്നത്. എങ്കിലും അത് പുറത്തേക്ക് പ്രകടിപ്പിക്കാതെ അവൻ അടക്കി നിർത്തി. ഞാൻ ഇന്നലെ പറഞ്ഞില്ലേ, ഇയാളുടെ പരാതിയിലാണ് നിങ്ങൾക്കെതിരെ ഇന്നലെ അന്വേഷണം വന്നത്. SI പറഞ്ഞു തുടങ്ങിയതും ഹരി തലയാട്ടി. ഇയാൾ പറയുന്നത് ഇയാളുടെ മകളെ നിങ്ങൾ നിർബന്ധിച്ച് കൂട്ടിക്കൊണ്ടു പോയതാണെന്നാണ്. അതിനെക്കുറിച്ച് എന്താണ് നിങ്ങൾക്ക് പറയാനുള്ളത്? ഏത് വകയിലാണ് എന്നെ നിർബന്ധിച്ച് കൂട്ടിക്കൊണ്ടു പോയതെന്ന് അറിഞ്ഞാൽ കൊള്ളായിരുന്നു സാർ. ഹരി എന്തെങ്കിലും പറയുന്നതിന് മുന്നേ തന്നെ വൈഗ പറഞ്ഞു കഴിഞ്ഞിരുന്നു. അത് പറഞ്ഞ് അവൾ ഹരിക്ക് മുന്നിലേക്ക് കയറി നിന്നു. എനിക്ക് ഹരിയേട്ടന് ഇഷ്ടമാണെന്ന കാര്യം ഞാൻ വീട്ടിൽ അറിയിച്ചിട്ടുള്ളതായിരുന്നു. അന്നേരം ഓരോ കാരണങ്ങളെ പറഞ്ഞ് ഈ വിവാഹം എന്തൊക്കെയായാലും നടത്തി തരില്ലെന്ന് അച്ഛനും ഏട്ടനും ഒരുപോലെ പറഞ്ഞു. കാല് പിടിച്ച് ഞാൻ പറഞ്ഞിട്ടും സമ്മതിച്ചു തന്നില്ല. മാത്രമല്ല എൻ്റെ താല്പര്യമില്ലാതെ ഒരു വിവാഹത്തിന് ഇവരെന്നെ നിർബന്ധിക്കുകയും ചെയ്തു. അത് എതിർത്തതിന് വൈശാഖ് എന്ന് പറയുന്ന എൻ്റെ ഏട്ടൻ ഇന്നലെ എന്നെ തല്ലിയതിൻ്റെ പാടാണ് എൻ്റെ മുഖത്ത് കിടക്കുന്നത്. വൈഗ മുഖം ചരിച്ച് തൻ്റെ മുഖത്ത് തിണർത്ത് കിടക്കുന്ന പാട് കാണിച്ചു കൊടുത്തു. ഇന്നലെ ഹരി ഓയിൻമെൻ്റൊക്കെ വാങ്ങി പുരട്ടി കൊടുത്തിട്ടുണ്ടെങ്കിലും അതങ്ങനെ തന്നെ കിടക്കുകയാണ്. SI ഗൗരവത്തോടെ സുധീരനെയും വൈശാഖിനെയും ഒന്ന് നോക്കി. പിന്നെ ഇവർ പറയുന്നത് പോലെ തട്ടിക്കൊണ്ടു പോകാനും പിടിച്ചുകൊണ്ടു പോകാനും ഞാൻ ചെറിയ കുട്ടിയൊന്നുമല്ല. വൈഗ തെല്ലുപോലും പതറാതെ പറയാനുള്ള കാര്യങ്ങളെല്ലാം തുറന്നു പറയുക തന്നെ ചെയ്തു. ആ സമയങ്ങളിലെല്ലാം വൈശാഖും സുധീരനും ഒരക്ഷരം പോലും മിണ്ടാനാവാതിരിക്കുകയായിരുന്നു. ഹരി അതെല്ലാം നോക്കി നിന്നതല്ലാതെ മറ്റൊന്നും പറഞ്ഞില്ല. നിങ്ങൾ ഇങ്ങനെയൊന്നും അല്ലല്ലോ സുധീര ഇവിടെ കാര്യങ്ങൾ അവതരിപ്പിച്ചത്. പിന്നെ ഈ കുട്ടിയെ തല്ലിയത് ഒരു കണക്കിന് നോക്കിയാൽ ഗാർഹിക പീഡനമാണ്. പിഴയും ശിക്ഷയും ഒരുപോലെ കിട്ടും. SI പറഞ്ഞതും വൈശാഖ് അയാളെ ഞെട്ടലോടെ മുഖമുയർത്തി നോക്കി. പിന്നെ പേരിന് പറയാൻ പോലും ഒരു തരി പൊന്നു പോലും ഞാൻ ചന്ദ്രോത്ത് തറവാട്ടിൽ നിന്ന് എടുത്തിട്ടില്ല. മാത്രമല്ല ഹരിയേട്ടൻ്റെ കൂടെ പോവുകയാണെങ്കിൽ ഇനി തിരികെ ആ പടി ചവിട്ടരുതെന്ന് അച്ഛൻ തന്നെയാണ് പറഞ്ഞത്. പിന്നെയും എന്തടിസ്ഥാനത്തിലാണ് ഇപ്പോൾ ഈ പരാതി കൊടുത്തിരിക്കുന്നതെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. വൈഗ ചോദിക്കുന്ന ഒരു ചോദ്യത്തിന് പോലും അയാൾക്ക് ഉത്തരമുണ്ടായിരുന്നില്ല. ദേഷ്യത്തോടെ അയാൾ കസേരയിൽ നിന്ന് എഴുന്നേറ്റു. ഒന്നും പറയാതെ പുറത്തേക്കിറങ്ങാൻ ഒരുങ്ങിയ സുധീരനെയും വൈശാഖിനെയും ഹരി കൈ ഉപയോഗിച്ച് തടഞ്ഞു നിർത്തി. ഒരു കാര്യം കൂടി കേട്ടിട്ട് പോണം. വൈഗ എൻ്റെ കാമുകി മാത്രമല്ല, അവൾ എൻ്റെ ഭാര്യയാണ്. നിയമപരമായിട്ട് ഞങ്ങളുടെ വിവാഹം കഴിഞ്ഞിട്ട് ഇപ്പോൾ 3 മാസമായിരിക്കുന്നു. ഇതാ സർട്ടിഫിക്കറ്റ്. പോക്കറ്റിൽ നിന്ന് വിവാഹ സർട്ടിഫിക്കറ്റ് എടുത്ത് അവൻ അയാൾക്ക് നേരെ നീട്ടി. വൈശാഖ് അത് തട്ടിപ്പറിച്ച് വാങ്ങി അതിലേക്ക് നോക്കിക്കൊണ്ട് ഞെട്ടലോടെ വൈഗയെയും ഹരിയെയും നോക്കി. അത് ചുരുട്ടിക്കൂട്ടി നിലത്തേക്കെറിഞ്ഞുകൊണ്ട് അവർ രണ്ടുപേരും ദേഷ്യത്തോടെ പുറത്തേക്ക് നടന്നുപോയി. അച്ഛൻ ആളെത്തിരി കുഴപ്പമാണെന്ന് തോന്നുന്നല്ലോ. അവർ പോകുന്നത് നോക്കി SI ഹരിയോടും വൈഗയോടും ചോദിച്ചു. വൈഗ ഒന്നും മിണ്ടാതെ തല താഴ്ത്തി കളഞ്ഞു. മോള് വിഷമിക്കണ്ട, കുറച്ചുനാൾ കഴിയുമ്പോൾ ഇവരുടെ ഈ ദേഷ്യവും വാശിയും ഒക്കെ മാറും. സന്തോഷമായിട്ടിരിക്കെ. SI അവളുടെ വിഷമം മനസ്സിലാക്കി അവളെ സമാധാനിപ്പിക്കാൻ എന്നതുപോലെ പറഞ്ഞതും അയാളെ നോക്കി ഒരു പുഞ്ചിരി വരുത്തി തീർത്തുകൊണ്ട് ഇരുവരും തിരികെ ഇറങ്ങി. ബുള്ളറ്റിലിരുന്ന് പോകുമ്പോൾ തൻ്റെ പുറത്തേക്ക് ചാരിയിരിക്കുന്ന അവളുടെ ഉള്ളിൽ എത്രത്തോളം ദുഃഖഭാരമുണ്ടാകുമെന്നുള്ളത് ഹരിക്ക് ഊഹിക്കാവുന്നതേ ഉണ്ടായിരുന്നുള്ളൂ. അവൻ മറ്റൊരിടത്തും നിർത്താതെ വേഗം വീട്ടിലേക്കെത്തി. അകത്തേക്ക് കയറിയപ്പോൾ തന്നെ പൊട്ടിക്കരഞ്ഞുകൊണ്ട് മുറിയിലേക്ക് ഓടിപ്പോകുന്നവളെ എന്തു പറഞ്ഞ് ആശ്വസിപ്പിക്കണം എന്നതിന് ഹരിക്ക് യാതൊരു ഊഹവും ഉണ്ടായിരുന്നില്ല. ഹരി വന്ന് നോക്കുമ്പോൾ കാണുന്നത് ബെഡിൽ കിടന്ന് പൊട്ടിക്കരയുന്നവളെയാണ്. ഹരി അവളുടെ കൂടെ ബെഡിലേക്കിരുന്നു. വാവേ. 1-2 തവണ അവൻ അവളെ വിളിച്ചു നോക്കിയെങ്കിലും മറുപടിയൊന്നും ഉണ്ടായിരുന്നില്ല. കരച്ചിലിന് ശബ്ദം പുറത്തേക്ക് വരുന്നില്ലെങ്കിലും അവൾ കരയുകയാണെന്ന് അവന് മനസ്സിലായിരുന്നു. വാവേ, എന്നൊന്ന് നോക്ക്, ഞാൻ പറയട്ടെ, എൻ്റെ പൊന്നല്ലേ.
ഹരി അവളെ അങ്ങനെ തന്നെ എടുത്തുയർത്തി തൻ്റെ മടിയിലേക്കിരുത്തി. എന്താടാ, എന്തിനാ ഇങ്ങനെ കരയുന്നത്? എൻ്റെ കൂടെ വരണ്ടായിരുന്നു എന്ന് തോന്നുന്നുണ്ടോ ഇപ്പോൾ? വിഷമത്തോടെ ഹരി അവളുടെ മുഖത്തേക്ക് നോക്കി ചോദിച്ചതും നിമിഷ നേരം കൊണ്ട് അവളുടെ കരച്ചിൽ നിന്നു പോയിരുന്നു. തുടരും. അപ്പോൾ വീഡിയോ കണ്ടവരെല്ലാവരും വീഡിയോ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തായാലും അത് കമൻറ്റായിട്ട് അറിയിക്കുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത പാർട്ടായിട്ട് നാളെ വരാട്ടോ. ബൈ.